അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിൻ്റെ വികാസമായിരിക്കണം മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വിജയകരമായൊരു വിപ്ലവത്തിന് അസംതൃപ്തി മാത്രം പോരാ. രാഷ്ട്രീയവും സാമൂഹികവുമായ അവകാശങ്ങളുടെ നീതിയും ആവശ്യകതയും പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും സമഗ്രമായ ബോധ്യമാണ് നമുക്ക് ആവശ്യമെന്ന് ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ പറഞ്ഞതിൻ്റെ പൊരുൾ അവിടെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ വസ്തുതയിലേക്കാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. നമ്മൾക്കൊരു സൊല്യൂഷനാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ചത്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ വക്ക് വരെ വരികയും അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. വക്ക് വരെ വരും എല്ലാ വിധാനങ്ങളെയും എല്ലാം തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സാംസ്കാരികപരമായും നമ്മൾ മാറേണ്ടതുണ്ട്, മതപരമായും നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ 1956 ഡിസംബർ മാസം 6-ാം തീയതി നമ്മളെ വിട്ടുപിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്തം മനസ്സോടുകൂടി അതിനുവേണ്ടി തയ്യാറായി വരുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇവിടെ ഓടിയെത്തുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും. അതുകൊണ്ട് ഇതിൽ ഓടിയെത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വന്നവരൊന്നും